പോയിന്റ് ഒന്ന് എഴുതി വെച്ചോളൂ. കാരണം ഇവര് കള്ളത്തിന്റെ ഫലം കാണിച്ചാൽ അതുകൊണ്ട് ഓക്കെ. അതുപോലെ ഇവർക്ക് കൊടുക്കുന്ന പോയിന്റ് മക്കള് എഴുതി വെക്കണം. എങ്ങനെ അറിയാമോ? അറിയുമ്പം കള്ളത്തരം കാണിച്ചാൽ രണ്ട് ടീമിന്റെ പോയിന്റും രണ്ടു പേരുടെയും കാണണം. ഇനിയും എല്ലാവരും ഒന്ന് ചാടി എഴുന്നേൽക്കുന്നു. എല്ലാവരും ചാടി എഴുന്നേറ്റിട്ട് മക്കളെ ഇനിയും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീളം കുറഞ്ഞവരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ലൈനായിട്ടൊന്നും എടുത്തു. ഇതുപോലെ ചന്തയിലെ പച്ചക്കറിയൊക്കെ ഇരിക്കുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ പറ്റത്തില്ല. സ്ട്രൈറ്റ് ആയിട്ട് മക്കളെ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് നീളം കുറഞ്ഞവരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു. ടീച്ചർമാരൊന്നും ഇല്ലമ്മോ, ടീച്ചർമാരൊന്നും ഒന്ന് സഹായിക്കണം കുഞ്ഞുങ്ങളെ ഒന്ന് നേരെ എഴുതാൻ വേണ്ടിയിട്ട്. ഒരു ലൈനിൽ 5 പേരെ 5 പേരെ ഓക്കെ. ആദ്യം ബോയ്സ് ആണോ ഗേൾസ് ആണോ നിർത്തുന്നത് നമ്മൾ നോക്കുന്ന ആദ്യത്തെ പോയിന്റ് അതിലായിരിക്കും ആദ്യം ഭംഗിയായിട്ട് നിർത്തുന്ന ടീമിനായിരിക്കും ആദ്യത്തെ പോയിന്റ്. മക്കളെ ഒരു ലൈനിൽ 5 പേര് വീതം വെച്ച് ബാക്കിലേക്ക് നിർത്തിക്കുക. പിന്നെ സ്ഥലമില്ലെങ്കിൽ നമുക്ക് അടുത്ത ലൈന് എടുക്കാം. ഒരു ലൈനിൽ ഏകദേശം 5 പേര്. ബോയ്സ് ആണോ ഗേൾസ് ആണോ ആദ്യം നിർത്തുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നിർത്തുന്ന ടീമിന് തന്നെ രാവിലെ തന്നെ പോയിന്റ് ലഭിക്കും. ചാമ്പ്യൻസ് ആണോ ഏഞ്ചൽസ് ആണോ ആദ്യം നേരെ നിൽക്കുന്നത് നമ്മൾ നോക്കുന്നു. എന്റെ പൊന്നെ ഇങ്ങോട്ടേക്ക് നീങ്ങി, അങ്ങോട്ടല്ല ഇങ്ങോട്ട് നിർത്താൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് നീങ്ങി. ഇനി എല്ലോട്ടേക്ക് പോലെ ആ അഞ്ചു പേര് തൊട്ട് ബാക്കി നിർത്തിക്കോ. 5 പേര് കഴിഞ്ഞാൽ തൊട്ട് ബാക്കി അടുത്ത ലൈൻ നിർത്തിക്കോ. കഴിഞ്ഞോ? ആ ഒരു കൈ നിൽക്കുന്നു, ഒരു കൈ നീളം അകലേക്ക് നിൽക്കുന്നു. ഒരു കൈയല്ല എങ്ങനെയാണോ ഇങ്ങനെയാണ് ഒരു കൈയായാലോ ഇപ്പം സ്റ്റാർട്ടിംഗ് ഇല്ലേ പിന്നല്ല